മണവും രുചിയും കൊണ്ട് ആരെയും ആകർഷിക്കുന്ന ഒരു ബിരിയാണിയാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഒട്ടും വിഷമിക്കേണ്ടി വരില്ല, അത്ര ടേസ്റ്റ് ബിരിയാണി. ഇതിനൊരു സീക്രട്ട് ടിപ്പുണ്ട്, അത് ഞാൻ അവസാനം പറയാം. ബിരിയാണി റൈസ് റെഡിയാക്കുന്നതിനായിട്ട് ഞാനൊരു 8 കപ്പ് അരി വേവുന്നതിനായിട്ടുള്ള വെള്ളം ഒരു വലിയ പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും 1/2 കപ്പ് കോക്കനട്ട് ഓയിലും സ്പൈസസും ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് അരി ഒരു 3/4 ഭാഗം വേവ് ആവുമ്പോൾ നമ്മളത് വെള്ളം വാലാനായിട്ട് മാറ്റി വെക്കണം. മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും വിനെഗറും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത 1.5 കിലോ ചിക്കനാണിത്. ഇത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. പിന്നെ ഇതിൻ്റെ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ബിരിയാണി നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് 12 സവാള അരിഞ്ഞതാണ് എടുക്കുന്നത്. 10 മുതൽ 12 വരെ എടുക്കാം. അപ്പോൾ ഇതിനകത്ത് നല്ലതായിട്ട് മസാല കിട്ടണമെങ്കിൽ ഇച്ചിരി ഉള്ളി കൂടുതൽ എടുക്കുന്നത് നല്ലത് തന്നെയാണ്. അപ്പോൾ അതെടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പം ഈ ഉള്ളിക്കകത്തോട്ട് തന്നെ നമുക്ക് ഒരു ടീസ്പൂണിനോ 1.5 ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം അത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയിട്ട് 10 പച്ചമുളക് 10 12 വരെ എടുക്കാം, എരിക്ക് അനുസരിച്ചിട്ട്. അപ്പം 10 പച്ചമുളകാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അത് ചതച്ചത് ഇതിൽ ചേർത്ത് നന്നായിട്ട് വഴറ്റി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ പൊടി ഞാനിവിടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1.5 ടേബിൾ സ്പൂൺ മസാലപ്പൊടിയുമാണ് ചേർക്കുന്നത്. അപ്പോൾ ആ മസാലയുടെ ആ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയിട്ട് നമ്മൾ 2 മണിക്കൂർ നേരത്തേക്ക് മസാല തേച്ച് വെച്ചിരുന്ന ചിക്കൻ ഉണ്ടല്ലോ, അതുകൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ചിക്കൻ നമുക്ക് ബിരിയാണി വെക്കുന്നതിന് എളുപ്പത്തിനാണെങ്കിൽ ഈ ചിക്കനെ ഒന്ന് കുക്കറിൽ ഒരൊറ്റ വിസിലടുപ്പിക്കുക. അടുപ്പിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഈ ചിക്കൻ നമ്മൾ ഡയറക്റ്റ് ഇതിൽ വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് ഒരു കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം. ഇത് അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ഇതിൽ നിന്ന് തന്നെ വെള്ളം ഊറി വരും. പിന്നെ അഥവാ നമുക്ക് കറക്റ്റ് അത്ര നന്നായിട്ട് വെന്ത് കിട്ടുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒഴിച്ചാൽ മതി. വെള്ളം ഇതിനകത്ത് വരുന്നില്ല, ഊർന്നിറങ്ങി വരുന്നില്ലെങ്കിൽ പല ചിക്കനും പല സൈസായിരിക്കും വേവ് കിട്ടുന്നതേ. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കണം. പിന്നെ ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ 1/2 സ്പൂൺ ഉപ്പും കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കാം. അത് നമ്മൾ ഓരോരുത്തരുടെയും ടേസ്റ്റ് നോക്കിയിട്ട് അനുസരിച്ച് ചെയ്താൽ മതി. പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മല്ലിയില, പുതിനയില, കറിവേപ്പില ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചിത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഒരു 30 മിനിറ്റോളം വേവ് കാണും ഈ ചിക്കന്. അപ്പോൾ 30 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ചിക്കൻ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ ചിക്കൻ നമുക്കൊരു പകുതി ചിക്കൻ മാറ്റി ഇതിൻ്റെ മസാല മാറ്റി വേറെ പാത്രത്തിലോട്ട് വെക്കണം. അതിന് ശേഷം വേണം നമ്മുടെ റൈസ് ഇതിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട്. കുക്കറിലാണ് നമ്മൾ ചിക്കൻ വേവിക്കുന്നതെങ്കിൽ നമുക്ക് ഈ 30 മിനിറ്റ് ഒന്നും വേണ്ടി വരത്തില്ല. ഒരു 20 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് കുക്കറിൽ വിസിലടിക്കും. അപ്പോൾ വിസിലടിക്കുന്നത് എടുത്ത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഈ കുറച്ച് വെള്ളം അധികം കാണും കേട്ടോ. നമ്മൾ അല്ലാതെ വേവിക്കുന്നതിനേക്കാളും കുക്കറിൽ വേവിക്കുമ്പോൾ കുറച്ചുകൂടെ വെള്ളം അധികം കാണും. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മാറ്റി നമ്മൾ വെച്ചിരുന്നാൽ മതി. മൊത്തം ഇതിലേക്ക് ചേർക്കണമെന്നില്ല. പിന്നെ ഒരു ഇച്ചിരി ഗ്രേവി തന്നെ ഇതുപോലെ ഒരു ഇച്ചിരി ലൂസായിട്ട് കാണണം. അപ്പം നമ്മൾ ബിരിയാണി കഴിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ബിരിയാണി ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ ഒന്ന് വറുത്തെടുക്കാം. പിന്നെ നമ്മൾ കുറച്ച് എസൻസാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. പൈനാപ്പിൾ എസൻസ്, പിന്നെ ബിരിയാണി എസൻസ്, പിന്നെ ഒരു ബദാം മിൽക്ക് ഷേക്കിൻ്റെ എസൻസ്, പിന്നെ മല്ലിയിലയും പുതിനയിലയും. അപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം ഞാനിതിൽ നിന്ന് പകുതി കോരി മാറ്റുകയാണ്. അപ്പം ഒരു ചെറിയ ഒരു ജ്യൂസി ആയിട്ടുള്ള ഒരു ഇതുണ്ട് ഇതിനകത്ത് കണ്ടോ, കുറച്ച് ഒരു വെള്ളം പോലെ അതിൽ കാണും. അത് നല്ലതാണ്, അങ്ങനെ തന്നെ കിടക്കട്ടെ. അപ്പോൾ നമ്മുടെ ബിരിയാണി ടേസ്റ്റി ആവാനുള്ള ടിപ്പിൻ്റെ കൂട്ടത്തിലുള്ള ഒന്നാണിത്. കുറച്ച് ജ്യൂസി ആയിട്ട് നമുക്ക് കിട്ടുന്നത്. പിന്നെ അതുപോലെ നമ്മുടെ ഈ എസൻസ് ചേർക്കുമ്പോഴാണ് നമുക്ക് നന്നായിട്ടുള്ള മണം കിട്ടുന്നത്. പിന്നെ ബദാം മിൽക്കിൻ്റെത് ആരും അങ്ങനെ ചേർക്കാറില്ല. അപ്പോൾ ഇത് ഞാനൊരു ഇടയ്ക്ക് തുള്ളിയായിട്ട് ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കളറ് കിട്ടും. പിന്നെ നല്ലൊരു ഫ്ലേവറുമാണ് ബിരിയാണിക്ക്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ചോറ് വേവിക്കുമ്പം അതിനകത്ത് ഒരു 1/2 കപ്പ് എണ്ണ ഒഴിക്കത്തില്ലേ, അത് റൈസ് നല്ല ഒരു സ്മൂത്ത് ആവാനും നല്ലതാണ്. അപ്പോൾ ഇതെല്ലാം ബിരിയാണി വെക്കുമ്പോൾ ഉള്ള ടിപ്സാണ്. നിങ്ങൾ വെക്കുമ്പോൾ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ പകുതി ചിക്കൻ മാറ്റിയതിലേക്ക് പിന്നെ നമ്മൾ റൈസ് ഒരു ലെയർ ഇടുക. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് മല്ലിയില, പുതിനയില, പിന്നെ നമ്മുടെ കാഷ്യൂ നട്ട്സ് വറുത്ത് വെച്ചിരിക്കുന്നത്, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കണം.
പിന്നീട് പിന്നെ ഇതണക്കെ ആ എസൻസ് എല്ലാം ഓരോ തുള്ളി വീതം ഒഴിക്കുക. പിന്നെ ആ ബദാം മിൽക്കിൻ്റെത് നമ്മൾ ഇടയ്ക്ക് അതും ഒരു 2-3 തുള്ളി വീതമൊക്കെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആ ഇടയ്ക്കിടയ്ക്ക് ചോറ് നമ്മൾ കോരിയെടുക്കുമ്പോൾ നമുക്കൊരു മഞ്ഞ കളറ് ഇടയ്ക്കിടയ്ക്ക് കിട്ടും. അപ്പോൾ ഇതാകുമ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ബദാം മിൽക്കിൻ്റെ എസൻസ് നിങ്ങൾ ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മഞ്ഞപ്പൊടി കുറച്ച് പാലിനകത്തൊന്ന് കലക്കി വെച്ചിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഇതെല്ലാം ഒരു ബിരിയാണിക്ക് നല്ല ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഓരോ ഐഡിയാസാണ്. അപ്പോൾ ഈ രീതിയിൽ തന്നെ ബിരിയാണി ചെയ്ത് നോക്കണം. പിന്നെ നമ്മളുടെ ബിരിയാണിയുടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിനകത്ത് പെപ്പർ പൗഡറും പിന്നെ മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതൊക്കെ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അല്ലാതെ വേറെ മുളക് പൊടിയോ പിന്നെ അല്ലാതെ വേറെയുള്ള ബിരിയാണി മസാലയോ അങ്ങനെയുള്ള പൊടികളൊന്നും ചേർത്തിട്ടില്ല. മല്ലിപ്പൊടി ചേർത്തിട്ടില്ല, തൈര് ചേർത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വിനീഗറാണ് ഇതിനകത്ത് ചിക്കൻ മസാല തേച്ച് വെച്ചതിനകത്ത് മാത്രം ചേർത്തേക്കുന്നത്. പിന്നെ നമ്മൾ തക്കാളി ചേർത്തിട്ടില്ല. അപ്പോൾ ഇതുപോലെ കുറേ കാര്യങ്ങൾ നമ്മൾ ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ബിരിയാണി വെച്ച് നോക്ക്. ഞാൻ ഉറപ്പ് പറയുന്നത് നിങ്ങൾക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റും നല്ല മണവും. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ബിരിയാണി കിട്ടുമ്പം നല്ലൊരു മണം കിട്ടത്തില്ല, അതേപോലെ നല്ലൊരു മണവും രുചിയും ഉള്ള നല്ലൊരു ബിരിയാണി ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. അപ്പോൾ ഈ രീതിയിൽ തന്നെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ തന്നെ ഇത് ഇനി ഇങ്ങനെ സെറ്റ് ചെയ്യാൻ ഒരു 3 ലെയർ വീതം സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കാണും കേട്ടോ. ഇത് എണ്ണക്ക് ചിക്കൻ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് ഒരു 10 പേർക്ക് കഴിക്കാനുള്ള ബിരിയാണിയും ഉണ്ടാവും. അപ്പോൾ 10 പേർക്ക് കഴിക്കാനുള്ള ബിരിയാണിയുടെ ഒരു പിന്നെ റെസിപ്പിയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തന്നിരിക്കുന്നത്. വീഡിയോ എടുത്തപ്പോഴേ ഷോർട്സിന് വേണ്ടിയിട്ടുള്ള രീതിയിലായിപ്പോയി. 9:60 അതാണ് കേട്ടോ ഇങ്ങനെ ആയിപ്പോയത്. ഇത് പിന്നെ എനിക്ക് മാറ്റാനും പറ്റുന്നില്ല. അപ്പോൾ ഷോർട്സ് ഇടുന്നതിനേക്കാളും കൂടുതൽ ബിരിയാണിയുടെ അത് എഴുതി ഞാൻ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്രയും ലോങ് വീഡിയോ കാണാൻ മടിയുള്ളവർ ഷോർട്സ് വീഡിയോ കണ്ടാൽ മതി, എഴുതി കൊടുത്തിട്ടുണ്ട് അതിൽ. പിന്നെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയണമെങ്കിൽ നമ്മൾ ഇതേണക്ക് ഞാൻ വിശദമായിട്ട് പറഞ്ഞ് അതുകൊണ്ടാണ് ഒരു ലോങ് വീഡിയോയും കൂടെ ചെയ്തത് കേട്ടോ. അപ്പോൾ അത് ഈ ഒരു രീതിയിൽ പിന്നെ എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ. ഇത്രയും സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു 3 മിനിറ്റ് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് ആവി കയറ്റാം. നമ്മുടെ ബിരിയാണി ദാണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 3 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളിങ്ങനെ പാത്രത്തിലൊന്ന് തൊട്ട് നോക്കണം കേട്ടോ, നന്നായിട്ട് ചൂടുണ്ടാകുമെന്ന്. അതുപോലെ ആ ഒരു സമയമാകുമ്പോൾ അങ്ങ് ഓഫ് ചെയ്താൽ മതി. പിന്നെ ഇത് ദം ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ സാധാരണ വേറൊരു പ്ലേറ്റ് വെച്ച് അടച്ചിട്ട് അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ദം ഇട്ട് വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ശരിക്കും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നല്ല ദം ചെയ്തെടുത്ത ബിരിയാണിയുടെ പോലെ തന്നെ ടേസ്റ്റ് ആയിരിക്കും. മണവും രുചിയും ഞാൻ ഉറപ്പ് പറയുന്നു. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ഉണ്ടാക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.